സത്യത്തിൽ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? അന്നത്തെ രാത്രി ജോലിയെല്ലാം ഒതുക്കിയിട്ട് നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിരുന്ന ഞാനാണ്. അന്നേരമാണ് ഇങ്ങനത്തെ ഒരു പണി വന്ന് കയറിയത്. 2000 രൂപയ്ക്ക് 2D ആനിമേഷൻ നടക്കില്ല സാർ. അതൊക്കെ നടക്കുമെന്നേ, നിങ്ങളും ശ്രമിച്ചു നോക്കൂ. ഇല്ല സാർ, ഈ ഒരു എമൗണ്ടിന് വലിയ നഷ്ടമാണ് സാർ. എന്ത് നഷ്ടം? ഞാൻ 500 കൂടെ വെച്ച് നിങ്ങളും ശ്രമിച്ചു നോക്കുമെന്നേ. അതിൻ്റെ അല്ല സാർ, ഈ ഒരു രാത്രി കൊണ്ട് തീർക്കാൻ പറ്റില്ല സാർ. അതൊക്കെ പറ്റുമെന്നേ. ഇല്ല സാർ, പറ്റില്ല. അതൊക്കെ പറ്റും. ഇല്ല സാർ, പറ്റില്ല. അതൊക്കെ പറ്റുമെന്നേ. പറ്റും ശ്രമിച്ചു നോക്കൂ. പറ്റും 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 പറ്റും. പിന്നെ കാര്യങ്ങളൊക്കെ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് പോയത്. എൻ്റെ ഭാര്യയും പിള്ളേരെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നവരെ പറഞ്ഞു. എനിക്ക് ഭാര്യയും പിള്ളേരൊന്നുമില്ലെന്ന് പറഞ്ഞ് ഒരു പെണ്ണ് പോലും കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കൊക്കെ പോയി ചത്തൂടെയെന്ന് ചോദിച്ചു. അതെന്നെ വല്ലാതെ അങ്ങ് തളർത്തി. ഞാനൊന്ന് മറന്നു വരുമായിരുന്നു. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല, എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞു. കോടികളേറെ എറിഞ്ഞിട്ടും കാണികൾ അറിയാതെ പോകുന്ന ബ്രാൻഡാണോ നിങ്ങളുടേത്? നിങ്ങളെ പലപ്പോഴായി പല സോഷ്യൽ മീഡിയ ഏജൻസികൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കണക്കായിപ്പോയി. ഞങ്ങൾ കുറച്ച് പേര് ഇത്രയും സൗകര്യങ്ങളായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ ഒരു ഈച്ച പോലും ഉണ്ടായിട്ടില്ല. പിന്നെ വരും 5000 രൂപയ്ക്ക് 5 ലക്ഷത്തിൻ്റെ ബിസിനസ് ചെയ്യാനായിട്ട്. അണ്ണാ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ട് ഈ വർക്കുകളൊക്കെ ഞങ്ങളിവിടെ ചെയ്യുന്നതാ. പിന്നെ കസബ അല്ല, എൻ്റെ അമ്മാവൻ്റെ മോളുടെ കല്യാണമായിരുന്നു ഗുരുവായൂർ വെച്ച്. അതിന് പോലും പോകാൻ പറ്റാതെ ഇരുന്ന് ചെയ്ത വർക്കാണ്. നമ്മളെ പിന്നെ കല്യാണം വിളിക്കാൻ ഒറ്റ തെണ്ടികളുമില്ലായിരുന്നു. ഞാൻ സ്ഥിരം ഏതെങ്കിലും കല്യാണ വീട്ടിലോ ഓഡിറ്റോറിയത്തിലോ അവിടെ എവിടെയെങ്കിലും പോയി കാട്ടടിക്കാറാണ് പതിവ്. ആ നശിച്ച ദിവസം അതും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങി. അതിനാ അമ്മ നോ പറഞ്ഞ്. ഇന്നലെ കാട്ടടിക്കാൻ പോയി കിട്ടിയതാ, വെച്ചോ. താങ്ക്സ്. കൂൾ. നല്ലൊരു ഏണിയാണെന്ന് അറിഞ്ഞിട്ടും ഈ വർക്ക് ഞങ്ങൾ ചെയ്തു. അതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഞങ്ങൾ ചെയ്ത ആ വർക്ക് ഈ വീഡിയോയ്ക്ക് അടിയിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ഒരൊറ്റ രാത്രി കൊണ്ട് ഇതിലും വലിയ അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ ഞാനോ ഇവന്മാരോ പഠിച്ചിട്ടില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ. ശുഭദിനം.